ഗുരുവിന്റെ ദർശനത്തെ പഠിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഗുരു നിത്യചൈതന്യ യതിയുടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഗുരു മുനിനാരായണ പ്രസാദിന്റെയൊക്കെ രചനകളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമാണ് ശ്രീനാരായണ ഗുരുവില് നിറഞ്ഞു നിൽക്കുന്ന ആ ഗുരുത്വത്തെ അതിൻ്റെതായ തനിമയോടും മഹിമയോടും കൂടിയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഗുരുദർശനത്തെ നമുക്കറിയാം, പലർക്കും കടുകട്ടിയാണ് എന്നാണ് പലരും പറയാറ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം. അപ്പൊ ആ ദർശനത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ, കാരണം ഗുരു തന്റെ രചനകളെല്ലാം നിർവഹിച്ചിരിക്കുന്നത് കവിതകളിലൂടെയും അല്ലെങ്കിൽ ഗദ്യകൃതികളിലൂടെയൊക്കെ ആയതുകൊണ്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സത്യത്തെ വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരം ആ ദർശനത്തെ ലോകത്തിന് മുന്നിൽ വളരെ ലളിതമായി തൻ്റെ സാഹിത്യ സൃഷ്ടിയിലൂടെയും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുത്ത ഗുരുപരമ്പരയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സന്യാസിവര്യനാണ് ഗുരു നിത്യചൈതന്യയതി. ഇടപെട്ടവരെയെല്ലാം സ്നേഹിച്ച് തന്നോടൊപ്പം നിർത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിന് വെളിച്ചമേകിയ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിരുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തൻ്റെ അനുഭവ സമ്പത്തും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് മാതൃകയായി ജീവിച്ച ഗുരു നിത്യചൈതന്യയതി നമുക്കറിയാം, സന്യാസിമാർക്ക് തന്നെ ഒരു മാതൃകയായിട്ടുള്ള വ്യക്തിത്വമാണ്. അത്തരമൊരു ഗുരുവിൻ്റെ ജീവിതത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഏകലോക ദർശനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള, ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനും ലോകത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചിന്താധാര എന്ന് പറയുന്നത് ഏകലോക ദർശനമാണ്. കാരണം ഇന്ന് ജനങ്ങള് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഗുരു ഏവരെയും ഒന്നിച്ച് നിർത്തുന്ന ഒരു ദർശനമാണ് ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗുരുപരമ്പരയിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും അതോടൊപ്പം തന്നെ ഗുരുകുലത്തിന്റെ ശതാബ്ദി ആഘോഷത്തിലൂടെയൊക്കെ നാരായണ ഗുരുകുലം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ജ്ഞാനസമ്പത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ആ ഉദ്യമം ഇതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് നമുക്കിവിടെ പഠന ക്ലാസ്സുകൾ നിരന്തരമായി നടത്തുന്ന ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് ഇത്തരം കൂടിച്ചേരൽ കൊണ്ട് നമുക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ.